ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എനിബഡി ക്യാൻ കുക്ക് ബൈ നസ്യ. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. നമ്മുടെ ലെയേർഡായിട്ട് ക്രിസ്പി ആയിട്ടുള്ള കേരള പൊറോട്ട ആണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇതിന് മുന്നത്തെ ഉള്ളൊരു വീഡിയോയിൽ ഞാൻ വീറ്റ് പൊറോട്ട എങ്ങനെ പ്രിപ്പയർ ചെയ്തതെന്ന് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് നമ്മൾ മൈദ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ വലിയൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 500 ഗ്രാംസ് 1/2 കിലോ മൈദ ആഡ് ചെയ്തു. ഞാൻ അളവുകൾ എളുപ്പത്തിൽ പറയാൻ വേണ്ടിയിട്ടാണ് 1/2 കിലോ മാവ് എടുത്തത്. കാരണം 1/2 കിലോ മാവിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒരു മുട്ടയാണ്. സോ അത്തരത്തിലാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ പലതവണ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും പല പല രീതിയിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ പൊറോട്ട വരുന്നത്. സോ ഇന്ന് ആ ഒരു സീക്രട്ട് ടിപ്പ് എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എപ്പോഴും ഒരേപോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ളതും എന്നാൽ ക്രിസ്പി ആയിട്ടുള്ള ലെയർ പൊറോട്ട എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളത്. സോ ഈ മാവിൽ ഞാൻ ചെറിയൊരു ഡിപ്രഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണ്. മുട്ട ഒഴിച്ചു. അതിലേക്ക് തന്നെ ഇതിനാവശ്യമായിട്ട് വരുന്ന ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഈ മുട്ടയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ആ ഒരു സീക്രട്ട് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ കുറച്ച് പാലും കൂടി ആഡ് ചെയ്തിട്ടാണ് കുഴയ്ക്കുന്നത്. അതാണ് ആ ഒരു സോഫ്റ്റ്നെസ്സും എന്നാൽ ഒരു ക്രിസ്പിനെസ്സും തരുന്ന ഒരു ഫാക്ടർ. സോ 1/2 കിലോ മാവിന് ഏകദേശം 1/4 കപ്പിനും 1/2 കപ്പിനും ഇടയ്ക്ക് പാല് ഒഴിച്ചു കൊടുക്കാം. സോ ഞാൻ അതും കൂടി ആഡ് ചെയ്യുവാണ്. ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്യാം ആദ്യം. അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ച് ഇത് നല്ലൊരു സോഫ്റ്റ് മാവായിട്ട് കുഴച്ചെടുക്കണം. അതുപോലെ തന്നെ എണ്ണയും ആഡ് ചെയ്യണം. ഫസ്റ്റ് മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്ത് ഇതൊരു നല്ല മീഡിയം സ്റ്റിഫ്നെസ്സിലുള്ള ഒരു മാവായിട്ട് പ്രിപ്പയർ ചെയ്യാം. നമ്മൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. സോ ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ഓയിലാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇനിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സ്റ്റെപ്പ്. ഈ മാവ് ശരിക്കും പേഞ്ഞെടുക്കണം. മാവ് പേഞ്ഞ് വരുന്നതിലും ഈ നമ്മൾ പറയുന്ന പൊറോട്ടയുടെ സോഫ്റ്റ്നെസ്സായിട്ട് വളരെ ഒരു ബന്ധമുണ്ട്. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 10-15 മിനിറ്റെങ്കിലും മാവ് നന്നായിട്ട് പേഞ്ഞ് സോഫ്റ്റാക്കി എടുക്കണം. അതിനുശേഷം ഏകദേശം ഒരു 4 മണിക്കൂർ ഒരു വെറ്റ് ക്ലോത്ത് വെച്ച് നമ്മളിത് കവർ ചെയ്ത് റെസ്റ്റ് ചെയ്യണം. അങ്ങനെയാണ് ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലേക്ക് നമ്മുടെ മാവ് എത്തുന്നത്. നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ കടകളിലൊക്കെ അവർ ചെയ്യുന്ന കണ്ടിട്ടില്ലേ, നന്നായിട്ട് ഇങ്ങനെ പഞ്ച് ചെയ്താണ് അവർ ആ മാവിനെ മിക്സ് ചെയ്തെടുക്കുന്നത്. അതുകൂടാണ്ട് ഇതിങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് നമ്മളിതിനെ ഫോൾഡ് ചെയ്ത് അങ്ങനെ ഒരു മെത്തേഡുണ്ട്. അതുകൂടാതെ പിന്നെ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ മാവ് ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ അത് പേഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ മെത്തേഡ്സൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മാവ് ശരിക്കും നല്ല സോഫ്റ്റായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ ഏകദേശം ഒരു 15 മിനിറ്റ് ഈ മാവിനെ നമ്മൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ പേഞ്ഞ് എടുക്കണം. സോ ഓൾമോസ്റ്റ് ഇവിടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പാത്രത്തിൻ്റെ സൈഡിലും ഇതിൻ്റെ സർഫേസിലും കുറച്ച് എണ്ണ റബ്ബ് ചെയ്തിട്ടായിരിക്കും ആ ഒരു നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്യാൻ പോകുന്നത്. മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ആ മാവ് അതിലേക്ക് വെക്കാം. അതിനുശേഷം ഇതിൻ്റെ സർഫസിലും കുറച്ച് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ ഓയിലുണ്ട്, ഒരുപാട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സ്റ്റിക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ തുണി നനച്ചതിൻ്റെ മേളിലോട്ട് ഇടുകയാണ്. ഇങ്ങനെ ഇതൊരു 4 hours 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യണം. സോ ഞാൻ 4 മണിക്കൂറിന് ശേഷം ബാക്കി പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ 4 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇതിനെ നമുക്ക് ചെറിയ ബോളുകളായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ബാക്കി സ്റ്റെപ്സിലേക്ക് കടക്കാം. ഉണ്ടല്ലേ, നല്ല സോഫ്റ്റ് മാവായി മാറിയിട്ടുണ്ട്. സോ ഇതിനെ നമുക്കൊന്ന് ചെറിയ ചെറിയ ബോളുകളാക്കാം.
നമ്മൾ എല്ലാ പോർഷനും ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഉരുളയിൽ നിന്ന് നമുക്ക് 2 പൊറോട്ട പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു 10 മിനിറ്റ്സും കൂടി ഇതിൻ്റെ സർഫസിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് വീശി പൊറോട്ടയാക്കാം. ഒന്ന് നിങ്ങൾക്ക് കൈ കൊണ്ട് ഇത് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് അത് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു നമ്മൾ സാധാരണ പരത്തുന്ന ആ ഒരു റോളിംഗ് പിൻ വെച്ചിട്ടും ചെയ്യാം. ഇങ്ങനെ ടേബിൾ ടോപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ റോളിംഗ് പിൻ വെച്ചാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഇങ്ങനെ ഒരു സർട്ടൻ ഡയമീറ്റർ വരെ ഇതിങ്ങനെ ഒന്ന് പരത്തിയെടുക്കാം ആദ്യം. അതിന് ശേഷം നമ്മൾ വീശാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ വീശുന്നതിന് മുന്നേ ഇതിന് മുകളിൽ കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ സർഫസിലും. സോ നല്ല വീശി നീളത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ലെങ്ത്ത് വൈസ് 2ആയിട്ട് കട്ട് ചെയ്യാം. അതിന് ശേഷം ഈ സർഫസിൽ തന്നെ വെച്ച് ഇതൊന്ന് ഫോൾഡ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കാം സൈഡിലേക്ക്. അപ്പോൾ കുറച്ച് ജസ്റ്റ് ഒന്ന് എണ്ണ അതിൻ്റെ സർഫസിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. സോ അതുപോലെ എല്ലാം നമുക്ക് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് നമ്മളിത് പരത്തി ചുട്ടെടുക്കുന്നത്. എല്ലാം തന്നെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ ആദ്യം നമ്മൾ ചെയ്തത് നമുക്ക് ആദ്യം പരത്തി ചുട്ടെടുക്കാം. സോ ഞാൻ തവയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യാം. ഞാൻ വെജിറ്റബിൾ ഓയിലും കോക്കനട്ട് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ആഡ് ചെയ്യുന്നത്. വെറും കോക്കനട്ട് ഓയിൽ മാത്രമല്ല. തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഓൾറെഡി. മറുവശം അതുപോലെ നന്നായിട്ട് നമുക്ക് ക്രിസ്പി ആക്കി എടുക്കാം. റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. സൈഡും അകവുമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. സോ ഇത് നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചുട്ടെടുക്കാം. എല്ലാ പൊറോട്ടയും ഞാൻ റെഡിയാക്കി എടുക്കുകയാണ്. അവിടെ അപ്പുറത്തെ പാനിൽ ചിക്കൻ ചുക്ക റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റെസിപ്പി ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആവും. സോ എല്ലാവരും കാത്തിരിക്കുക. ഇത് എപ്പോഴും കഴിച്ചില്ലെങ്കിലും വല്ലപ്പോഴും കൂടിയൊക്കെ ഇതുപോലെ പൊറോട്ടയൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്ത് കഴിക്കാൻ എല്ലാവർക്കും തന്നെ വളരെ ഇഷ്ടമുള്ളൊരു ഐറ്റം ആണല്ലോ പൊറോട്ട എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു മുട്ട, പാൽ, പഞ്ചസാര അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു കോമ്പിനേഷൻ വരുമ്പം അത് ക്രിസ്പിയും സോഫ്റ്റുമാണ്. വലിയത്തൊന്നുമില്ല. മൈദയാണെങ്കിൽ പോലും ആ ഒരു വലിച്ചിലൊന്നും ഇല്ലായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സോ ഇപ്പം ഞാനൊരു 4 എണ്ണം ഒരുമിച്ച് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കതൊന്ന് തട്ടിയെടുത്താലാണ് ആ ലെയേഴ്സ് കറക്റ്റായിട്ട് ഫോം ചെയ്യുന്നത്. സോ നമുക്കതൊന്ന് ചെയ്തിട്ട് ബാക്കിയും കൂടെ ചെയ്തെടുക്കാം. സോ ഞാൻ ഒരു 4 എണ്ണം ഇവിടെ എടുത്തിട്ടുണ്ട്. 4 പൊറോട്ട റെഡിയാക്കിയിട്ടുണ്ട്. സോ ആ 4 എണ്ണം നമുക്കൊന്ന് തട്ടിയെടുക്കണം. അപ്പോഴാണ് ആ ലെയേഴ്സ് ഫോം ആവുന്നത്. നിങ്ങൾ ആ വീറ്റ് പൊറോട്ട പ്രിപ്പയർ ചെയ്തപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും. ആ ചെറിയൊരു ചൂടോടുകൂടി തന്നെ ചെയ്താലാണ് ലെയേഴ്സ് കറക്റ്റായിട്ട് ഫോം ചെയ്യത്തുള്ളൂ.
കുറച്ച് ശക്തിക്ക് ചെയ്യണം. നമുക്ക് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. ഓക്കെ, കുറച്ച് ശക്തിക്ക് ചെയ്താലേ ആ ഒരു ലെയേഴ്സ് കറക്റ്റായിട്ട് ഫോം ആകത്തുള്ളൂ. സോ ഇവിടെ തന്നെ ഓൾറെഡി ഓക്കെ റെഡി ആയിട്ടുണ്ട്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്ന എനിക്ക് ഉറപ്പാണ്. അത്രയ്ക്ക് ടെംപ്റ്റിംഗ് ആണ് ഈ ഒരു പ്രിപ്പറേഷൻ. അത് നമുക്ക് ഏത് കറിയുടെ കൂടെയും നല്ല കോമ്പിനേഷനാണ് പൊറോട്ട. സോ ഞാൻ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. എല്ലാം ഇവിടെ റെഡിയാക്കി, പൊറോട്ടയൊക്കെ റെഡിയാക്കി ഇവിടെ ഡിഷിലാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കാണിച്ചു തരാം അത് എത്ര സോഫ്റ്റ് ആണെന്നുള്ളത്. വലിയത്തൊന്നുമില്ല, കണ്ടില്ലേ, വളരെ സോഫ്റ്റാണ്. ആ മുരിഞ്ഞ ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. സോ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു ഡെയിലി ഫുഡായിട്ട് യൂസ് ചെയ്യത്തില്ലെങ്കിലും നമുക്ക് വൺസ് ഇൻ എ വൈൽ അല്ലെങ്കിൽ ഗസ്റ്റുകൾ വരുമ്പോഴൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ ഡിഷാണ്. സോ ഇതിൻ്റെ ഒപ്പം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ചിക്കൻ ചുക്ക. സോ നമ്മുടെ അടുത്ത വീഡിയോ അതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. മറ്റൊരു റെസിപ്പിയായി വീണ്ടും കാണാം. കുട്ടികൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.